ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ നിന്നുള്ള 7ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ നാളെയുടെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ജനിതക എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജനിതക എഞ്ചിനീയറിങ്? സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ആ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ ജൈവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഈസ്റ്റ് എന്ന പൂപ്പലിനെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വർഷം BC 4000 മുതലാണ്. അപ്പോൾ BC 4000 മുതലാണ് നമ്മൾ ഈസ്റ്റ് എന്ന പൂപ്പലിനെ ഭക്ഷ്യവസ്തുക്കളായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഈസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഏകദേശം എന്ന് മുതലാണ്? ഒരു ഭക്ഷ്യവസ്തു എന്ന നിലയിൽ ഈസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് മുതലാണ്? BC 4000 മുതലാണ് ഈസ്റ്റ് എന്ന പൂപ്പലിനെ നമ്മൾ ഒരു ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ്. അപ്പോൾ എന്താണ് ജനിതക എഞ്ചിനീയറിംഗ്? ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപം. അതിനെയാണ് നമ്മളിപ്പോൾ എന്തെന്ന് പറയുന്നത്? ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികളുടെ ജനിതക ഘടനയിൽ എന്താണ്? അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ഇപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് പറയാം? ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി അവയുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത്? ജനിതക എഞ്ചിനീയറിംഗ്. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയുമെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനമാണ് ജനിതക എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ ജീനുകൾ. ഈ ജീനുകളെ എന്ത് ചെയ്യാം? മുറിച്ചെടുക്കാം, അതുപോലെ അതിനെ കൂട്ടിച്ചേർക്കാനും കഴിയും. ജീനുകളെ മുറിച്ചു മാറ്റാനും കഴിയും, കൂട്ടിച്ചേർക്കാനും കഴിയും എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും പ്രയോജനപ്പെടുത്തുന്നത് എൻസൈമുകളെയാണ്. അപ്പോൾ ഈ എൻസൈമുകളെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജീനുകളെ മുറിച്ചെടുക്കുന്നതും അതുപോലെ അതിനെ എന്ത് ചെയ്യുന്നതും കൂട്ടിച്ചേർക്കുന്നതും. ആരുടെ സഹായത്തോടെയാ? എൻസൈമുകളുടെ സഹായത്തോടെ, അല്ലെങ്കിൽ എൻസൈമുകളെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീനുകളെ മുറിച്ചെടുക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. അപ്പോൾ ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ന്യൂക്ലിയസ് ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചാണ് ജീനുകളെ മുറിച്ചു മാറ്റുന്നത്. അപ്പോൾ ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ന്യൂക്ലിയസ് ഏതാണ്? അതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെയാണ് ജനിതക കത്രിക എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെയാണ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീനുകളെ മുറിച്ചു മാറ്റുന്നത്.
ജീനുകളെ വിളക്കിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? അതാണ് ലിഗേസ്. അപ്പോൾ ജീനുകളെ മുറിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻ. അപ്പോൾ ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ജീനുകളെ വിളക്കിച്ചേർക്കാൻ, അതായത് കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? അതാണ് ലിഗേസ് എന്ന് പറയുന്നത്. ലിഗേസ് അറിയപ്പെടുന്നത് എന്താണ്? ജനിതക പശ എന്നറിയപ്പെടുന്നതാണ് ആര്? ലിഗേസ്. അപ്പോൾ ജനിതക പശ എന്നറിയപ്പെടുന്നത് ലിഗേസും ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് എന്ത്? ജനിതക കത്രിക എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജനിതക പശ ആരാണ്? അത് ലിഗേസ് ആണ്. ലിഗേസ് എന്ന് പറഞ്ഞാൽ ജനിതക പശയാണ്. ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യരായ വാഹകരാണ്. അപ്പോൾ ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അതിന് അനുയോജ്യരായ വാഹകരാണ് ഇതിനെ എത്തിക്കുന്നത്. സാധാരണയായി വാഹകരായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിലെ പ്ലാസ്മിഡിനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അനുയോജ്യരായ വാഹകരാണ്. സാധാരണ വാഹകരായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിലെ പ്ലാസ്മിഡിനെയാണ് വാഹകരായി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ജനിതക എൻജിനീയറിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ വരുന്നതാണ് ജീൻ തെറാപ്പി, ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും വിളകളും, ഫോറൻസിക് പരിശോധന എന്നിവ എന്തിൽ വരുന്നതാണ്? നമ്മുടെ ജനിതക എൻജിനീയറിങ്ങിൻ്റെ സാധ്യതകളിൽ വരുന്നതാണ്. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ജീൻ തെറാപ്പി, ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും വിളകളും, ഫോറൻസിക് പരിശോധന എന്നിവ എന്തിലുൾപ്പെടുന്നു? ജനിതക എൻജിനീയറിങ്ങിൻ്റെ സാധ്യതയിൽ ഉൾപ്പെടുന്നു. രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിക്ക് പറയുന്ന പേരാണ് ജീൻ തെറാപ്പി. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റുന്നു, പകരം എന്ത് ചെയ്യുന്നു? പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തി നടത്തുന്ന ചികിത്സാ രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. മനുഷ്യ ജീനോം പദ്ധതി, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ച വർഷം 1990കളിലാണ്. അപ്പോൾ 1990ലാണ് ഏത് മനുഷ്യ ജീനോം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 1990ലാണ്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പ് ഉപയോഗിക്കുന്നത് നമ്മളൊരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ അതുപോലെയാണ് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അറിയപ്പെടുന്നത് ജീനോം എന്നാണ്. അപ്പോൾ എന്താണ് ജീനോം? ജീനോം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ജീനോം. മനുഷ്യ DNA-യിൽ കാണപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ DNA-യിൽ കാണപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ജങ്ക് ജീനുകൾ. അപ്പോൾ ജങ്ക് ജീനുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ. മനുഷ്യ ജീനോമിൽ കാണപ്പെടുന്ന സജീവ ജീനുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 24,000 എണ്ണമാണ്. അപ്പോൾ മനുഷ്യ ജീനോമിൽ കാണപ്പെടുന്ന
പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ നമ്മൾ എന്തെന്ന് പറയും? ജങ്ക് ജീനുകളെന്ന് പറയും. ഇനി മനുഷ്യ ജീനോമിൽ കാണപ്പെടുന്ന സജീവ ജീനുകൾ, അതായത് പ്രവർത്തനക്ഷമമായ ജീനുകളുടെ എണ്ണം എത്രയാണ്? ഏകദേശം 24,000 ആണ്. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകളാണ് ജങ്ക് ജീനുകൾ. അപ്പോൾ മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ജങ്ക് ജീനുകൾ എന്ന് പറയുന്നു. അതായത് മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും പ്രവർത്തനക്ഷമമല്ലാത്ത ജങ്ക് ജീനുകൾ എന്നാണ് പറയുന്നത്. മനുഷ്യർ തമ്മിലുള്ള DNA-യിലെ വ്യത്യാസം 0.2%. അപ്പോൾ നമ്മുടെ DNA-യിലെ വ്യത്യാസം, മനുഷ്യർ തമ്മിലുള്ള DNA-യുടെ വ്യത്യാസം എങ്ങനെയാണ്? 0.2% മനുഷ്യർ തമ്മിലുള്ള DNA-യിലെ വ്യത്യാസം. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ സമാനമായത് ബാക്ടീരിയയുടേതിന് തുല്യമാണ്. അതായത് നമ്മുടെ മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ എന്താണ്? ബാക്ടീരിയയുടേതിന് സമാനമാണ്. അപ്പോൾ മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ എങ്ങനെയാണ്? ബാക്ടീരിയയുടേതിന് സമാനമാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, ബാക്ടീരിയയുടേതിന് സമാനമായ മനുഷ്യ ജീനോമിലെ ജീനുകളുടെ എണ്ണം എത്രയാണ്? 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമാണ്. ഇനി മനുഷ്യരിൽ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കാവുന്ന പ്രോട്ടീനുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മനുഷ്യരിൽ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുകൾ ഏതെല്ലാം? രോഗലക്ഷണം തന്നിട്ടുണ്ട്. അപ്പോൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറൽ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് ഇൻ്റർഫെറോണുകൾ. അപ്പോൾ വൈറൽ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഏത് പ്രോട്ടീനാണ്? ഇൻ്റർഫെറോണുകളാണ് വൈറൽ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇനി പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് ഇൻസുലിൻ. അപ്പോൾ പ്രമേഹത്തിന് ഉപയോഗിക്കുന്നത് ഇൻസുലിൻ. ഇനി വേദനയ്ക്ക് ഉപയോഗിക്കുന്നത് എൻഡോർഫിൻ. അപ്പോൾ വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? എൻഡോർഫിനാണ്. വളർച്ചാ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോട്ടീനാണ് സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? വൈറൽ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രോട്ടീനാണ് ഇൻ്റർഫെറോണുകൾ. പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രോട്ടീൻ ഏതാണ്? അത് ഇൻസുലിനാണ്. വേദനയുമായി ബന്ധപ്പെട്ട പ്രോട്ടീനാണ് എൻഡോർഫിൻ. വളർച്ചാ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോട്ടീൻ ഏതാണ്? വളർച്ചാ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോട്ടീനാണ് സൊമാറ്റോട്രോപ്പിൻ. ഇനി നമ്മൾ പറയുന്നത് ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളിലൊന്ന് മരുന്ന് തരും മൃഗങ്ങളാണ്. അപ്പോൾ ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് മരുന്ന് തരുന്ന മൃഗങ്ങൾ. മനുഷ്യനാവശ്യമായ ഇൻസുലിൻ്റെയും വളർച്ചാ ഹോർമോണുകളുടെയും ജീനുകളെ പശു, പന്നി മുതലായ ജന്തുക്കളിൽ നിന്ന് ജന്തുക്കളിലേക്ക് സന്നിവേശിപ്പിച്ച് അവയെ മാറ്റുന്നത് മരുന്ന് തരും മൃഗങ്ങളാക്കിയാണ്. അപ്പോൾ ഈ മരുന്ന് തരും മൃഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനാവശ്യമായ ഇൻസുലിൻ്റെയും വളർച്ചാ ഹോർമോണുകളുടെയും ജീനുകളെ പശു, പന്നി മുതലായ ജന്തുക്കളിലേക്ക് സന്നിവേശിപ്പിച്ച് അവയെ എന്താക്കി മാറ്റും? മരുന്ന് തരും മൃഗങ്ങളാക്കി മാറ്റുന്നു. ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ആധുനികമായ തലമാണ് ജനിതക എഡിറ്റിംഗ്. ഇപ്പം ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ആധുനികമായ തലത്തിന് എന്താ പറയുന്നത്? അതാണ് ജനിതക എഡിറ്റിംഗ് എന്നാണ് പറയുന്നത്. ജനിതക എഡിറ്റിംഗ് ആയി ഉപയോഗിക്കാവുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ് ക്രിസ്പർ Cas9 എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്പർ Cas9 എന്ന് പറയുന്ന ജനിതക കത്രികയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ജനിതക എഡിറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത്. ക്രിസ്പർ Cas9 എന്ന് പറയുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ജനിതക എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രിക ഏതെന്ന് ചോദിച്ചാൽ അതാണ് ക്രിസ്പർ Cas9 എന്ന് പറയുന്നത്.
CRISPR-Cas9 അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? CRISPR-Cas9 അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് Cas9 എന്ന എൻസൈമും ഒരു ഗൈഡഡ് RNAയുമാണ് ഈ CRISPR-Cas9 അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് CRISPR-Cas9 അടങ്ങിയിരിക്കുന്നത്? Cas9 എന്ന എൻസൈമും ഉണ്ട്, അതുപോലെ ഒരു ഗൈഡഡ് RNAയും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം CRISPR-Cas9 അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ Cas9ഉം അതുപോലെ Cas9 എന്ന് പറയുന്ന ഒരു എൻസൈമാണ്, അതുപോലെ തന്നെ അവിടെ ഒരു RNA ഉണ്ട്, അതൊരു ഗൈഡഡ് RNA ആണ്. ഇവ രണ്ടുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. അപ്പം ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരെന്താണ്? അതാണ് DNA പ്രൊഫൈലിംഗ്. DNA ഫിംഗർ പ്രിൻ്റ് കണ്ടുപിടിച്ചതാരാണ്? അലക് ജഫ്രി. 1984 അലക് ജഫ്രിയാണ് എന്ത് കണ്ടുപിടിച്ചത്? DNA ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചത് ആരാണ്? അലക് ജഫ്രിയാണ് 1984. ഓരോ വ്യക്തിയിലെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഓരോ വ്യക്തിയിലെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമാണെന്ന് കണ്ടെത്തിയ സാങ്കേതിക വിദ്യ. അപ്പോൾ ഈ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം എങ്ങനെയാണ്? വ്യത്യസ്തമാണെന്ന് കണ്ടെത്തിയ സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേരാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലൂടെയാണ് DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമാണെന്ന് കണ്ടെത്തിയത്. കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ത്വക്കിൻ്റെ ഭാഗം, മുടി, നഖം, രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലെ DNA പരിശോധനയിലൂടെ കുറ്റവാളികളെ കണ്ടെത്താനാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊലപാതകം നടക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നത്? പരിശോധിച്ച് അവയുടെ നിന്ന് കിട്ടുന്ന മുടി, അവരുടെ നഖം, അതുപോലെ രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലെ DNA പരിശോധനയിലൂടെയാണ് കുറ്റവാളി ആരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നത്. ഇനി ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ സാങ്കേതിക വിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളെയും ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതിയാണ് ജൈവയുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജൈവയുദ്ധം എന്ന് പറഞ്ഞാൽ? ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ സാങ്കേതിക വിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളെയും ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതിയാണ് എന്തെന്ന് പറയുന്നത്? ജൈവയുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏതാണ് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ നൽകുക. എന്തെങ്കിലും ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.